ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് അടുത്ത മാസം 9-ന്. കർഷകരുടെ വരുമാന വർധനയ്ക്ക് കേന്ദ്ര സർക്കാർ സജീവമായി പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ പാസാക്കി ലോക്സഭ. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടി. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വേൾഡ് ഗെയിംസിന് ചൈനയിൽ തുടക്കമായി. ഇന്ത്യയുടെ 17-അംഗ ടീം മത്സരിക്കും. വാർത്തകൾ വിശദമായി. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. ഈ മാസം 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. സെപ്റ്റംബർ 9-നാണ് തിരഞ്ഞെടുപ്പും വോട്ടെണ്ണലും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഈ മാസം 22-ന് നടക്കും. ഈ മാസം 25-ആണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. രാജ്യസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ടതും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ അംഗങ്ങൾ, ലോക്സഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ എന്നിവർ ഉൾപ്പെടുന്ന ഇലക്ടറൽ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ NDA സഖ്യം പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെയും രാജ്യസഭാ നേതാവും BJP അധ്യക്ഷനുമായ JP നഡ്ഡയെയും ചുമതലപ്പെടുത്തി. രാജ്യരക്ഷാമന്ത്രിയും BJP നേതാവുമായ രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനം. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും കാർഷിക ചെലവ് കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. MS സ്വാമിനാഥന്റെ ജന്മശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. PM കിസാൻ സമ്മാൻ നിധി ചെറുകിട കർഷകരെ നേരിട്ടുള്ള സാമ്പത്തിക സഹായത്തിലൂടെ ശാക്തീകരിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമായതോടെ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ച ലോക്സഭ വീണ്ടും സമ്മേളിച്ചപ്പോൾ ബീഹാർ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ നടുത്തളത്തിലിറങ്ങി. എന്നാൽ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്നും സഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്നും പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞു. ബഹളം തുടർന്നതോടെ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭയിലും സമാനമായ രംഗങ്ങൾ അരങ്ങേറി. ഉച്ചയ്ക്ക് 2 മണിക്ക് സഭ പുനരാരംഭിച്ചപ്പോൾ പ്രതിപക്ഷം സഹകരിക്കാൻ തയ്യാറാണെന്നും ബീഹാർ SIR വിഷയത്തിൽ ചർച്ച അനുവദിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. എന്നാൽ പ്രതിഷേധിക്കുന്ന MPമാർ സഭയുടെ മര്യാദ പാലിക്കുന്നില്ലെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പറഞ്ഞതോടെ ബഹളം രൂക്ഷമാവുകയും സഭ ഇന്നത്തേക്ക് പിരിയുകയുമായിരുന്നു. മണിപ്പൂർ ചരക്കു സേവന നികുതി ഭേദഗതി നിയമം 2025 ലോക്സഭ പാസാക്കി. 2017 നിയമമാണ് ഭേദഗതി ചെയ്തത്. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നതിനാൽ കൊണ്ടുവന്ന ഓർഡിനൻസിന് പകരമായാണ് ബില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. നിയമനിർമ്മാണം പാസാക്കാത്ത പക്ഷം GST കൌൺസിൽ അംഗീകരിച്ച GST ഭേദഗതികൾ നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമെന്നും അത് വരുമാനത്തെ ബാധിക്കുമെന്നും ശ്രീമതി സീതാരാമൻ പറഞ്ഞു. Necessity. It has to be taken up now. If it doesn't pass through now, the state will have difficulty in implementing the GST amendments which have long been approved by the council, and their revenue will get affected because they won't have the authority to charge on certain items on which the GST council has already passed. All states have also passed because they were able to amend their act. മണിപ്പൂർ അപ്രോപ്രിയേഷൻ ബിൽ 2025 ലോക്സഭ അംഗീകാരം നൽകി. കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ 2025 പാർലമെന്റ് പാസാക്കി. ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകിയതോടെയാണ് ബിൽ പാസായത്. ലോക്സഭ ബിൽ നേരത്തെ പാസാക്കിയിരുന്നു. ഇന്ത്യൻ തീരദേശ മേഖലയിൽ വ്യാപാരം നടത്തുന്ന കപ്പലുകളെ നിയന്ത്രിക്കുക, തീരദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുക, ആഭ്യന്തര പങ്കാളിത്തം വർദ്ധിപ്പിക്കുക തുടങ്ങിയവ ബിൽ ലക്ഷ്യമിടുന്നു. 2030 തീരദേശ ചരക്ക് നീക്കം 230 ദശലക്ഷം മെട്രിക് ടണ്ണാക്കാനുള്ള ഇന്ത്യൻ ലക്ഷ്യങ്ങൾക്ക് ബിൽ സഹായകമാകുമെന്ന് ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടിയായി കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. ഉത്തരാഖണ്ഡിലെ ധരാലി, ഹർസിൽ മേഖലകളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നേതൃത്വത്തിലുള്ള രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ 3-ാം ദിനത്തിലും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നു. കരസേന, പോലീസ്, NDRF, SDRF വിഭാഗങ്ങളിൽ നിന്ന് 518 പേരടങ്ങുന്ന ദൌത്യ സംഘമാണ് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്ന് രാവിലെ മാറ്റ്ലി ഹെലിപ്പാഡിലെത്തി ധരാലിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരുമായി സംവദിച്ചു.
ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനായി അദ്ദേഹം ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേനകളിലെയും ജില്ലാ ഭരണകൂടത്തിലെയും ഉദ്യോഗസ്ഥരുമായി അവലോകന യോഗം നടത്തി. 79ാമത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം നാളെ ഹർ ഘർ തിരങ്ക ഹർ ഘർ സ്വച്ഛതാ ക്യാമ്പയിൻ ആരംഭിക്കും. ഓഗസ്റ്റ് 15 വരെ നടക്കുന്ന ക്യാമ്പയിനിന്റെ ഭാഗമായി ഗുജറാത്തിൽ തിരങ്ക ഘോഷയാത്രകൾ, ശുചിത്വ റാലികൾ തുടങ്ങിയവ സംഘടിപ്പിക്കുമെന്ന് കായിക യുവജനകാര്യ സഹമന്ത്രി ഹർഷ് സാങ്വി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 70ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 10 മുതൽ 50% വരെ പുതിയ താരിഫുകൾ ഏർപ്പെടുത്തി അമേരിക്ക. യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന അമേരിക്കൻ സഖ്യകക്ഷികൾക്ക് 15% അടിസ്ഥാന താരിഫ് നൽകേണ്ടിവരും. ഇറക്കുമതി ചെയ്യുന്ന സെമി കണ്ടക്ടറുകൾക്ക് 100% താരിഫ് ഏർപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ടെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൂടിക്കാഴ്ച നടത്തുമെന്ന് ക്രെംലിൻ വക്താവ് അറിയിച്ചു. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റുമായി നടത്തുന്ന ചർച്ചയ്ക്ക് ശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. അതേസമയം യുക്രൈനുമായി വെടിനിർത്തൽ കരാർ ഒപ്പിടാൻ റഷ്യയ്ക്ക് ട്രംപ് നൽകിയ സമയപരിധി നാളെ അവസാനിക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യൻ സുരക്ഷാ കൌൺസിൽ തലവൻ സെർജി ഷെയ്ഗുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയ്ക്ക് റഷ്യയുമായി സുദീർഘവും സവിശേഷവുമായ ബന്ധമാണുള്ളതെന്ന് ശ്രീ ഡോവൽ പറഞ്ഞു. റഷ്യൻ പ്രസിഡന്റ് ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അറിയിച്ചു. ഇന്ത്യയുടെ സമ്പന്നമായ നെയ്ത്ത് പാരമ്പര്യം രാജ്യമെമ്പാടും ആഘോഷിക്കപ്പെടണമെന്ന് ദേശീയ കൈത്തറി ദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉപജീവന മാർഗവും സമൃദ്ധിയും ഉറപ്പാക്കുന്നതിൽ കൈത്തറി മേഖലയുടെ സംഭാവനകളിൽ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുസ്ഥിര ഉൽപ്പന്നങ്ങൾക്ക് പ്രിയമേറുന്നതായും ഇന്ത്യൻ കൈത്തറി മേഖല ഈ ആവശ്യം നിറവേറ്റുന്നതായും കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ്. 11ാമത് ദേശീയ കൈത്തറി ദിനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകമെമ്പാടും കൈത്തറി ഉൽപ്പന്നങ്ങൾ ജനപ്രിയമാക്കണമെന്നും ശ്രീ സിംഗ് ആഹ്വാനം ചെയ്തു. अब रेमी फाइबर भी भारत में उपजाना शुरू किया है और लीलन भी अब भारत में उपजाना शुरू कर दिया है. कॉटन तो होता ही है. हम चाहते हैं कि हैंडलूम में अब टेक्नोलॉजी साथ करे. 1905 ഓഗസ്റ്റ് 7 ആരംഭിച്ച ചരിത്രപ്രസിദ്ധമായ സ്വദേശി പ്രസ്ഥാനത്തോടുള്ള ആദരസൂചകമായാണ് ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നത്. കടലാക്രമണ ഭീഷണി നേരിടുന്ന മേഖലകളിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് സുരക്ഷിത ഭവനം ഉറപ്പാക്കുകയാണ് പുനർഗേഹം പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയിലൂടെ തിരുവനന്തപുരം മുട്ടത്തറയിൽ നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വീടുകളുടെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടി. സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30 പ്രസിദ്ധീകരിക്കും. 2025 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് പൂർത്തിയായവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. വേൾഡ് ഗെയിംസിന് ഇന്ന് ചൈനയിലെ ചെങ്ഡുവിൽ തുടക്കമായി. ഇന്ത്യയിൽ നിന്ന് 17 അംഗ ടീം മത്സരിക്കും. ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത കായിക ഇനങ്ങൾ വേൾഡ് ഗെയിംസിൽ പ്രദർശിപ്പിക്കും. ഈ മാസം 17 വരെയാണ് മത്സരങ്ങൾ. 1981 മുതൽ 4 വർഷം കൂടുമ്പോഴാണ് വേൾഡ് ഗെയിംസ് സംഘടിപ്പിക്കുന്നത്. ഈ അധ്യയന വർഷം മുതൽ 10-12 ക്ലാസുകളിൽ 75% ഹാജരില്ലാത്തവരെ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്ന് CBSE അറിയിച്ചു. രേഖാമൂലമുള്ള അഭ്യർത്ഥനയില്ലാതെ അവധിയെടുക്കുന്നത് സ്കൂളിൽ നിന്ന് അനധികൃതമായി ഹാജരാക്കാത്തതായി കണക്കാക്കുമെന്നും അത്തരം വിദ്യാർത്ഥികളെ ബോർഡ് പരീക്ഷ എഴുതാൻ അനുവദിക്കില്ലെന്നും CBSE വ്യക്തമാക്കി. ദേശസ്നേഹം വളർത്താനും ദേശീയ പതാകയെക്കുറിച്ച് അവബോധം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മേരാ യുവഭാരത് പ്രശ്നോത്തരി മത്സരം പ്രഖ്യാപിച്ചു. മൈ ഭാരത് പോർട്ടൽ വഴി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ പ്രശ്നോത്തരിയിൽ മുന്നിലെത്തുന്ന 25 പേർക്ക് കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവ്യയോടൊപ്പം സിയാച്ചിൻ സന്ദർശിക്കാനുള്ള അവസരമുണ്ടാകും. കൂടാതെ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് അടുത്ത മാസം 9. കർഷകരുടെ വരുമാന വർധനയ്ക്ക് കേന്ദ്ര സർക്കാർ സജീവമായി പ്രവർത്തിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ പാസാക്കി ലോക്സഭ. കേരളത്തിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ കരട് വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി ഈ മാസം 12 വരെ നീട്ടി. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതി പ്രകാരം നിർമ്മിച്ച 332 ഫ്ളാറ്റുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വേൾഡ് ഗെയിംസിന് ചൈനയിൽ തുടക്കമായി. ഇന്ത്യയുടെ 17 അംഗ ടീം മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.